ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും കൂടി എക്സൈറ്റ്മെൻ്റ് ആയിട്ട് കയറി പോകുന്നതും ഈ തിരക്ക് കാണുന്നതും ഒക്കെ എവിടെയാണെന്നല്ലേ? ഇത് നമ്മൾ ഖത്തറിലുണ്ടായപ്പോൾ പോയൊരു സൂ ആണ്. വക്ര മിനി സൂ എന്നാണ് ഈ ഒരു സൂവിൻ്റെ പേര്. മേടിക്കാൻ പറ്റിയത് ഇൻസ്റ്റഗ്രാമിലൊക്കെ അടുപ്പിച്ചൊരു വീഡിയോസ് കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു വീക്കെൻഡിൽ ഇവിടെ പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു. ചെന്നപ്പോൾ എൻട്രി ഫീ ഒക്കെ കാണും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഫ്രീ എൻട്രി ആണ്. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ച് ആനിമൽസ് ഒക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് കുറച്ച് മീനുകൾ, കോഴി, പ്രാവ് ഒക്കെയാണ്. പിന്നെ ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഒരുപാട് ഒറിക്സിനെ നമ്മൾ കണ്ടു. ഖത്തറിൻ്റെ നാഷണൽ ആനിമലാണ് ഒറിക്സ് എന്ന് പറയുന്നത്. എനിക്ക് മക്കൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഫീൽ ചെയ്തു. കാരണം കുട്ടികൾക്ക് പൊതുവെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. കുട്ടികൾക്കെന്നല്ല വലിയവർക്കും. പിന്നെ നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രത്യേക വൈബാണ് അവിടെ ചെന്ന് ഇതൊക്കെ കാണുമ്പോൾ. ഒരുപാട് ആനിമൽസ് ആ ഒരു ചെറിയ സൂവിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ ഓസ്ട്രിച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒറിക്സ് കുറച്ച് കൂടുതലായിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഹോഴ്സ് ഉണ്ടായിരുന്നു. പീക്കോക്കും ഒത്തിരി വെറൈറ്റിയിൽ പീക്കോക്കിനെയൊക്കെ കാണാൻ സാധിച്ചു. ഇതൊക്കെ നമ്മൾ താഴെ കണ്ടതിന് ശേഷമാണ് മുകളിലോട്ട് നമ്മൾ പീക്കോക്സിനെയും പ്രാവിനെയൊക്കെ കാണാൻ പോയത്. നമ്മൾ സ്റ്റെപ്പിലൂടെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ ഒരു പലക കൊണ്ട് ചെയ്തിരിക്കുന്ന സ്റ്റെപ്പാണ്. അതുവഴി നമ്മൾ നീളത്തിൽ അവരിങ്ങനെ പാസേജ് പോലെ വഴി വെച്ചിട്ടുണ്ട്. അതുവഴി പോകുമ്പോൾ രണ്ട് സൈഡിലും നമുക്ക് ഇതേപോലെ വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് അതിൽ മീനെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ എല്ലാ സൈഡിലും പീക്കോക്ക് ഉണ്ട്. പല വെറൈറ്റി ആയിട്ടുള്ള പീക്കോക്കുകളുണ്ട്. അത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ആളുകൾ നല്ല തിരക്കുണ്ടായിരുന്നു ആ ഒരു ഏരിയയിൽ. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ അവിടെ തന്നെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമെല്ലാം ആദ്യമായിട്ടാണ് ഇങ്ങനെ വെറൈറ്റി ഓഫ് പീക്കോക്കിനെയൊക്കെ കാണുന്നത്. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ നേരം അതൊക്കെ നോക്കി നിന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ രണ്ടുപേരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അല്ലുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ആനിമൽസിനെയൊക്കെ. അതുകൊണ്ട് ഈ വൈറ്റ് പീക്കോക്കിനെ കണ്ടപ്പോഴും ബ്രൗൺ പീക്കോക്കിനെ കണ്ടപ്പോഴും ഒക്കെ പടത്തിലൊക്കെ കണ്ടും കേട്ടും നോർമൽ പീക്കോക്കിൻ്റെ കാര്യങ്ങൾ മാത്രമേ അറിയുള്ളായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം നമ്മൾ അവിടെ നിന്ന് അതെല്ലാം കണ്ടതിന് ശേഷമാണ് നേരെ താഴത്തേക്ക് ഇറങ്ങാൻ പോയത്. താഴത്തേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ സൈഡിൽ നിന്നിട്ട് ഒരു ബേർഡിൻ്റെ സൗണ്ട് കേട്ടിട്ട് ജസ്റ്റ് താഴത്തേക്ക് നോക്കിയപ്പം അവിടെ ഇതേപോലെ തന്നെ ഫ്ലെമിംഗോനെ കണ്ടായിരുന്നു. അതും ഇവരിങ്ങനെ കണ്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പടങ്ങളിലും വീഡിയോസിലും ഒക്കെ. അപ്പോൾ അതും അവർക്കൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് അതൊക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് നേരെ താഴത്തേക്ക് ഇറങ്ങി വന്നത്. ഒരു ദിവസം നന്നായിട്ട് തന്നെ പോയി ഇങ്ങനെ കണ്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ട്. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോയി നമുക്ക് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ വക്രയിൽ തന്നെ ഇത് ഇത്തിരി ഒരു റിമോട്ടായിട്ടുള്ള ഒരു ഏരിയയിലാണ്. പിന്നെ അല്ലുവിന് ഏറ്റവും സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു അവിടെ ഇതേപോലെ. അപ്പോൾ അല്ലു കുറേ നേരം പോയി അതിൻ്റെ കൂടെ കളിച്ചു. ഇങ്ങനെ തൊട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെന്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അവിടെയുള്ള ബാക്കിയുള്ള കുട്ടികൾ അതിനെ ഇങ്ങനെ ഫീഡൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് അല്ലുവിന് ഭയങ്കര ആഗ്രഹം തോന്നിയിട്ട് അല്ലു കുറേ നേരം പോയി കളിച്ചു. ബാക്കി രണ്ടുപേർക്കും ഇതിന് ഭയങ്കര പേടിയാണ്. അതുവിനാണ് ഇങ്ങനെയുള്ള ആനിമൽസൊക്കെ അടുത്തോട്ട് വന്നാൽ തന്നെ ഭയങ്കര പേടിയാണ്. അല്ലുവിന് ഒട്ടും പേടിയില്ല. എല്ലാത്തിനും അടുത്ത് പോയി തൊടുകയും കളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതേ കുട്ടികൾ ഇതേപോലെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അടുത്ത് പോയി നിന്നിട്ട്. അപ്പം മക്കൾക്ക് പ്രത്യേകിച്ച് ഹാപ്പി ആവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നതൊക്കെ പോയി.
പിന്നെ ഞാൻ തിരിച്ചിങ്ങോട്ട് നടന്ന് ഇറങ്ങി വരുന്ന വഴിക്കാണ് പെട്ടെന്ന് ഇത് ശ്രദ്ധിച്ചത്. ഒരു പ്രാവിൻ്റെ കൂട് കണ്ടപ്പോൾ അതിനകത്ത് 2 കുഞ്ഞി പ്രാവ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയും ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങാൻ സമയമായപ്പോൾ തന്നെ നല്ല തിരക്കായി തുടങ്ങുന്നുണ്ടായിരുന്നു അവിടെ. നമ്മൾ വന്നപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വൈകുന്നേരം ആയപ്പോൾ കൂടുതൽ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. കുറച്ച് നേരത്തെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇരുട്ടാവുന്നതിന് മുന്നേ നമുക്കെല്ലാം നന്നായിട്ട് കാണാൻ പറ്റി. അപ്പോൾ എല്ലാ കാഴ്ചകളും കണ്ട് നന്നായിട്ട് സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ മക്കൾ വളരെ ഹാപ്പി ആയിരുന്നു ആ ഒരു ദിവസം ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.